നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദിവ്യയുടെ കുഞ്ഞ്. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ അറിയാവോ? അറിയാം, ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരുടെ കുഞ്ഞ്. മോളുടെ വീട് എവിടെയാ? ആരാ മോളുടെ അച്ഛൻ? അച്ഛന്റെ പേര് ഇതിലേക്ക് വെറുതെ വലിച്ചയക്കണ്ട, അത് ശരിയാവില്ല. അവൾ ഇവിടെ എങ്ങും ഇല്ല. മാഡം, അവൾ ഇവിടെയും ഇല്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ഇല്ല, KSRTC സ്റ്റാൻഡിലും ഇല്ല. രാജു, ഞാൻ 1-2 പേരോട് ചോദിച്ചു, പക്ഷെ അങ്ങനെ ഒരു അമ്മയും കുഞ്ഞിനെയും ആരും കണ്ടിട്ടില്ല. മാഡം, ഇനി എവിടെ നോക്കാനാ? രാജു, ഒരു കാര്യം ചെയ്, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൂടി ഒന്ന് നോക്ക്. ഇപ്പോ മംഗലാപുരത്തേക്ക് ഒരു ട്രെയിൻ ഉള്ളതല്ലേ? അതെ മാഡം. എങ്കിൽ എത്രയും വേഗം രാജു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കോ, ഞാൻ അവിടേക്ക് എത്തിക്കോളാം. ശരി മാഡം. ക്ഷമിക്കണം. നിനക്ക് ജന്മം തന്ന ആൾക്ക് നീ അയാളുടെ മകനാണെന്ന് സമ്മതിക്കാൻ ഒരിക്കലും കഴിയില്ല. ശപിക്കപ്പെട്ടവളായ യാതൊരു ഗതിയില്ലാത്ത ഈ അമ്മയുടെ കൂടെ നീ ജീവിച്ച നിന്റെ ജീവിതവും ഗതികെട്ടതാവും. അതുകൊണ്ട് നിർഭാഗ്യവതിയായ നിന്റെ അമ്മ നിന്നെ ഇവിടെ ഉപേക്ഷിക്ക. നീ ജീവിക്കണം, വളർന്ന വലിയ നിലയിലെത്തണം. ഈ അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും നിന്റെ ഒപ്പം ഉണ്ടാവും. നീ എന്നോട് ക്ഷമിക്കണം. നിന്നോടൊപ്പം ഇനി ഈ ലോകത്ത് ജീവിക്കാൻ ഈ അമ്മ യോഗ്യയല്ല. അമ്മ പോവുക. ഇതെന്തു പറ്റി? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പെട്രോൾ ഉണ്ടല്ലോ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യയല്ല. എന്റെ കുഞ്ഞ് നല്ലൊരാളുടെ കയ്യിലെത്തിപ്പെടണം.
അതൊരു കുഞ്ഞല്ലേ? ദൈവമേ, ഈ കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിലെത്തിക്കണം. നിർഭാഗ്യവതിയായ ഒരമ്മയുടെ അപേക്ഷയാണ്. ശോ, ഇതെന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോ ഈ കുഞ്ഞിനെ ഞാൻ എവിടെ കൊണ്ട് ഏൽപ്പിക്കും? പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ചേട്ടാ, ഈ കുഞ്ഞ് അത് ഈ കുഞ്ഞിനെ ആരോ കൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇതിന്റെ അമ്മ തന്നെയാണ് ഇവിടെ ആക്കിയിട്ട് പോയതെന്ന് തോന്നുന്നു. ഈ ലെറ്റർ കണ്ടില്ലേ? ഇത് എഴുതിയിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ അമ്മ തന്നെയാ. മനുഷ്യരുടെ ഓരോരോ കാര്യങ്ങളെ. ദിവ്യയുടെ കുഞ്ഞ്. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ അറിയാവോ? അറിയാം, ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരുടെ കുഞ്ഞ്. മോളുടെ വീട് എവിടെയാ? ആരാ മോളുടെ അച്ഛൻ? അച്ഛന്റെ പേര് ഇതിലേക്ക് വെറുതെ വലിച്ചയക്കണ്ട, അത് ശരിയാവില്ല. ചേട്ടാ, ഞാൻ നുണ പറയുന്നതല്ല. എനിക്ക് കുഞ്ഞിനെയും കുഞ്ഞിന്റെ അമ്മയും നന്നായിട്ട് അറിയാം. നിങ്ങൾ ഏത് വീട്ടിലാണെന്ന് പറയൂ. നിങ്ങൾ എനിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടെ കുഞ്ഞുമായി സ്റ്റേഷനിലേക്ക് പോവാം. അവര് തീരുമാനിക്കട്ടെ കാര്യങ്ങള്. എന്നിട്ട് നമുക്ക് ഈ കുഞ്ഞിന്റെ അമ്മയെ വിളിപ്പിക്കാം. എന്ത് പറ്റി ഋതിക മാഡം? എന്താ ദിവ്യ എവിടെ? ഇത് ദിവ്യയുടെ കുഞ്ഞല്ലേ? രാജു, ദിവ്യ കാണാനില്ല. കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ദിവ്യ എവിടേക്കോ പോയി. ഈ ചേട്ടനെ കുഞ്ഞിനെ കണ്ടത്. ചേട്ടാ, നിങ്ങൾ ഈ കുഞ്ഞിന്റെ അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല മോനെ, ഞാൻ ഈ കുഞ്ഞിവിടെ കിടക്കുന്നതാ കണ്ടത്. താൻ വർമ്മ സാറിന്റെ PA രാജു അല്ലേ? അതെ. ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്തോ. വലിയ വലിയ വീടുകളിലെ ഇടപാടുകൾക്കിടയ്ക്ക് വെറുതെ കയറി പണി മേടിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. കുഞ്ഞിനെ വാങ്ങാം. രാജു, ദാ. ഋതിക മാഡം, ദിവ്യ അറിയില്ല രാജു, എനിക്കെന്തോ പേടിയാവുന്നു. ദിവ്യ വല്ല കടുങ്കയും ചെയ്തു കാണുമെന്ന്. മാഡം, ഇതൊരു ആത്മഹത്യക്കുറിപ്പാ. രാജു, ഇനി നമ്മൾ എന്ത് ചെയ്യും രാജു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.